ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും എല്ലാ പ്രാർത്ഥനയ്ക്ക് മുമ്പായും നാം ദീപം തെളിയിക്കാറുണ്ട്. നമ്മുടെ എല്ലാം വീട്ടിലെ ഒരു പതിവ് ആചാരവുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നാം ദൈവാരാധന ദീപം തെളിയിച്ചുകൊണ്ട് തുടങ്ങുന്നത്? തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള വഴി. അതായത് അജ്ഞാനത്തിൽ നിന്നും ആത്മീയതയിലേക്കുള്ള യാത്ര. ദീപം അതിൻ്റെ പ്രകാശത്തിലൂടെ ദൈവത്തോടുള്ള ബന്ധം ശക്തമാക്കുന്നു. ജ്ഞാനദീപം അജ്ഞാനത്തെ നീക്കുകയും ആത്മവിദ്യ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദീപം വിദ്യയുടെ പ്രതീകമാണ്. ദീപം പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇവയെ പ്രതിനിധാനം ചെയ്യുന്നു. ദീപം വയ്ക്കുന്ന വിളക്ക് മണ്ണിൽ നിന്നുള്ളതാണ്. എണ്ണ ജലത്തിന്റെ പ്രതീകമാണ്. തീ അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. തീയിൽ നിന്നും പുറപ്പെടുന്ന ചൂടും പ്രകാശവും വായുവിൽ പടരുന്നു. ആകാശം ദീപത്തിന്റെ ദിശയും പ്രഭയും സ്വീകരിക്കുന്നു. അതിനാൽ ദീപം തെളിയിക്കുന്നത് പ്രകൃതിയിലെ 5 തത്വങ്ങളോടുമുള്ള ആദരവായി കണക്കാക്കപ്പെടുന്നു. ശാസ്ത്രീയമായി ദീപത്തിന്റെ അഗ്നി ശുദ്ധീകരണ ശക്തിയുള്ളതാണ്. ക്ഷേത്രത്തിൽ നിത്യേന ദീപം തെളിയിക്കുന്നതിലൂടെ അവിടെയുള്ള ഊർജം ഉത്തേജിപ്പിക്കുകയും നെഗറ്റീവ് വൈബ്രേഷനുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. വേദങ്ങളിലും ഉപനിഷത്തുകളിലും ദീപം ആത്മീയതയുടെ പ്രതീകമായി പരാമർശിക്കുന്നു. കാലങ്ങളായി തുടരുന്ന പാരമ്പര്യത്തിന്റെ തെളിവുകളാണ്. ദീപം തെളിയിക്കുന്നത് ഭക്തിയും ആത്മീയതയും സംയോജിപ്പിക്കുന്ന ദിവ്യമായ പ്രവൃത്തിയാണ്. അതിലൂടെ നമ്മൾ വെളിച്ചത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദൈവിക സാന്നിധ്യത്തിലാണ് എത്തുന്നത്. ഓരോ ദീപവും ഒരു പ്രാർത്ഥനയാണ്.